ഹായ് മക്കളെ, ഇതൊരു ടൈം ട്രാവൽ വീഡിയോ ആട്ടോ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് വാട്ട് ഇഫ് ഐ വാസ് എ ക്ലാസ് 12 JEE ആസ്പിരന്റ്. അതായത് +2 പഠിക്കുന്ന ഒരു JEE ആസ്പിരന്റ് ആണ് ഞാനെങ്കിൽ എന്നാണ് ഈ വീഡിയോയുടെ ടൈറ്റിൽ. അപ്പോൾ ഏകദേശം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇന്ന് നവംബർ 17-ാം തീയതി ഞാനിങ്ങനെ ആലോചിക്കും, പടച്ചോനെ ജനുവരി അവസാനം JEE വരുന്നുണ്ട്, അപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ പഠിക്കണോ വേണ്ടിയോ, ബോർഡ് എക്സാം, ക്രിസ്മസ് എക്സാം ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അജാസ് സാർ ഒരു വീഡിയോ കാണാം. ആ വീഡിയോയിൽ മൂപ്പരിങ്ങനെ പറയും, എടാ ഒരു JEE ആസ്പിരന്റിന് ഏറ്റവും വേണ്ടിയ സ്കില്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളൊക്കെ വിചാരിക്കും എന്ത്, നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക, PYQ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, തിങ്ക് ചെയ്യുക എന്നൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ കൂടെ വേണ്ട ഒരു സാധനമാണ് എന്ത്, റിസ്ക് എടുക്കുക എന്നുള്ളത്. കാരണം അത്രയും റിസ്ക് എടുത്തിട്ടാണ് അജാസ് സാർ എന്ത് ചെയ്തത്, ഫസ്റ്റ് ചാൻസിൽ NITയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ റിസ്ക് എന്താ? ആ റിസ്ക് എന്ന് പറയുന്നത് ഇന്ന് മുതൽ എന്ത് വന്നാലും ജനുവരി അവസാനം വരെ മാക്സിമം സമയം JEEക്ക് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബോർഡ് എക്സാമോ, അവിടെ JEEക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബോർഡ് എക്സാം കുറേയൊക്കെ നോക്കും. പ്രത്യേകിച്ച് JEEക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് +2 ടോപ്പിക്കുകൾ മാക്സിമം നോക്കാം. അതൊക്കെ കണ്ടപ്പോൾ ഒരു തോന്നൽ എനിക്ക് വരും, ഒന്ന് ട്രൈ ചെയ്തല്ല. കാരണം ഇപ്പം നവംബർ ഡിസംബർ ജനുവരി ഒരു 2-2.5 മാസം ഏകദേശം എന്താണ്, ഒരു 3 മണിക്കൂറൊക്കെ ഡെയിലി, എനിക്ക് എന്തായാലും ഒരു 5 മണിക്കൂറൊക്കെ പഠിക്കാനൊക്കെ പറ്റും. ഒരു 3 മണിക്കൂർ ഡെയിലി JEEക്ക് വേണ്ടി മാറ്റി വെച്ചാൽ എന്തൊക്കെ വന്നാലും +2 കുറച്ച് എളുപ്പമാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ തീരുമാനിക്കണം ഇന്ന് മുതൽ പഠിക്കും എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എവിടുന്ന് പഠിക്കുന്നത്, അപ്പോഴാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, അജാസ് സാറെ വീഡിയോ വരുന്നത്. ആ വീഡിയോ അതാണ് ഈ വീഡിയോ, അതാ പറഞ്ഞ ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് വരുന്നത്. അതായത് +2 പഠിക്കുന്ന JEE സ്വപ്നം കാണുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഈ നവംബർ 20, ഡേറ്റ് മറക്കരുത്, നവംബർ 20 മുതൽ എന്താണ്, നമ്മളൊരു ഫ്രീ ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ എന്നും നിങ്ങൾക്ക് റിവിഷൻ ലൈവ്സ് ഉണ്ടാവും. ആ ലൈവിൽ തന്നെ മോസ്റ്റ് ഫോക്കസ് +2 ചാപ്റ്റേഴ്സിനായിരിക്കും. +1 അത്രക്കും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പഠിപ്പിക്കൂ. ആൻഡ് വെറും ലൈവ് മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ സാധനമുണ്ട്. ആൻഡ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ നവംബർ 20 രാത്രി 7:30 ലൈവിൽ എന്ത് ചെയ്യും, പറഞ്ഞുതരും. അപ്പം ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി. അതായത് ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെന്താണ്, എവിടെയാ സോഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂപോർട്ടിന്റെ ഫ്രീ ക്രാഷ് ബാച്ച് ഉണ്ട്. കാരണം മറ്റൊന്നുമില്ല, നല്ല ടീച്ചേഴ്സാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളെ ഫാക്കൽറ്റീസ് എടുക്കുകയാണ്, മാത്സിലെ നിഷേഷ് സാർ IIT ആണ്, അനീസ് സാർ NIT ആണ്, ആൻഡ് കൃഷ്ണൻ സാർ 30 വർഷത്തോളം എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഫിസിക്സിൽ ഷിനാസ് സാർ IIT ആണ്, സനാഫ് സാറും ഷബീർ സാറും 15 വർഷത്തോളം JEE കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. കെമിസ്ട്രിയിൽ ഷെഫീനും റിഷാദ് സാറും അതേപോലെ തന്നെ മുഹമ്മദ് സാറും. ഷെഫീൻ NIT ആണ്, ബാക്കി 2 ആൾക്കാർ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവർ വൃത്തിയിൽ ക്ലാസ് എടുത്തരും എന്നുള്ള എനിക്കറിയാം. അപ്പം ഞാൻ തീരുമാനിക്കണത് എന്നാലൊന്ന് പഠിച്ച് തുടങ്ങാന്നുള്ളത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സാറേ പഠിച്ചിട്ട് കാര്യമുണ്ടെന്നുള്ളത്. അതേ ചിന്ത എനിക്കുണ്ടാവും. അപ്പോൾ ആ ചിന്തയിൽ ശരിക്കും എന്തുണ്ട്, 3 വേ ഉണ്ട്. 3 വേ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു JEE ആസ്പിരന്റ് ആണ്. നമ്മൾ ഇക്രത്തിനൊക്കെ പോലെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റിവിഷൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവിഷൻ കണ്ട ഒരു 99% എത്താൻ പറ്റും. ഇക്രം എത്തിയിട്ടുണ്ട്. ആൻഡ് ഇക്രം അവിടെ നിന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ അഡ്വാൻസും കൂടെ നോക്കിയിട്ട് IIT മദ്രാസിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഗോകുലിനൊക്കെ പോലെയാണ്. ഗോകുൽ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്, കുറേ എന്താണ് മൂഡ് ഓഫ് ആയി, കുറേ മനസ്സിലാകുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് റിവിഷനൊക്കെ കഴിഞ്ഞപ്പോൾ 97% NIT നാഗ്പൂരിലാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു 97 ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും NITയിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കോഴ്സസ് നിങ്ങൾക്ക് കിട്ടും, ഏതെങ്കിലുമൊക്കെ കോഴ്സ് കിട്ടും. ഓക്കെ സാർ, ഇത് രണ്ടിലും ഞാൻ പെടൂല നിങ്ങൾ കരുതുന്നെങ്കിലും ഞാനും അങ്ങനെയാണെങ്കിലും ഞാൻ ഈ റിവിഷന് പിന്നാലെ പോയി നോക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുവിധം എല്ലാ കോച്ചിങ് സെൻ്ററും 90% ബോക്ക് ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസും ഇല്ല, ഹോസ്റ്റലും ഇല്ല. ഓക്കെ, ആൻഡ് ഇനി മുതൽ ഈ റിവിഷന്, അതായത് റിവിഷൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഒരു തേങ്ങ നമുക്ക് മനസ്സിലാവും. ബോർഡ് എക്സാമിനെ മര്യാദയ്ക്ക് മനസ്സിലാകാത്ത നമ്മളാണോ ഈ JEE ലെവൽ നോക്കുന്നത്, അത് റിവിഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാതെ. പക്ഷെ മെല്ലെ അതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 90% വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടുന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ്. ഞാൻ എന്തായാലും എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാം കഴിയുന്നവരെങ്കിലും ഉറപ്പായിട്ട് ഇത് ഫോളോ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് എക്സാമിന് പഠിക്കും. അപ്പോൾ സാർ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ഒരു പ്രശ്നമില്ലടാ. ക്രിസ്മസ് എക്സാമിനൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ടീച്ചർ ചീത്ത പറയും, അമ്മ ചീത്ത പറയും എന്നൊക്കെ അമ്മയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ തലേന്നത്തെ ലൈവൊക്കെ കണ്ടിട്ട് പോകാം.
ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, നവംബർ 20 മുതൽ ക്ലാസ് തുടങ്ങാൻ പോകണം. അതാ പറഞ്ഞത്. ഇനി ചോയ്സ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളെ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് ജെഇ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായി പഠിച്ചതാണെങ്കിൽ NITയിലെ ടോപ്പ് ബ്രാഞ്ച് അല്ലെ IITയിൽ എത്താൻ രീതിയിലുള്ള റിവിഷൻ ക്ലാസ് ആയിരിക്കും. അതേ സ്ഥാനത്ത് കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും NITയിലെ ഏതെങ്കിലും ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടും. ഇനി അതുമല്ല, ജസ്റ്റ് ആഗ്രഹം മാത്രമാണ്, നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 90% മുകളിൽ സ്കോർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി എന്താ സാറേ, ഞാൻ ജെഇ നോക്കിയിട്ടേ ഇല്ല, 4ാമത്തെ ഒരു കേസും കൂടെ എനിക്ക് കിട്ടുമോന്നില്ല എന്നറിയില്ലെങ്കിൽ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ജെഇ ഫസ്റ്റ് ഫേസും കൂടെ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു വർഷം നിങ്ങൾക്ക് ലാഭമല്ലേ. സോ ദ ഡിസിഷൻ ഈസ് യുവേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൊളായി പോയിട്ടുണ്ടോ, ഇതൊരു മറ്റേ നോളൻ്റെ സിനിമയൊക്കെ പോലെ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആൻഡ് 20-ാം തീയതി രാത്രി 7:30 നമ്മളുടെ ലൈവ് തുടങ്ങും. ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് വെക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇതിനായിട്ടൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ജെഇ ആസ്പിറൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. നമുക്കെല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറാൻ പറ്റും. ഓക്കെ, ബൈ.